ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഡിസൈനർ അല്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അനിമേറ്റർ ആയിരുന്നു. അനിമേഷനാണ് പഠിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ബാച്ചിൽ മായ പഠിച്ച ആളാണ്. അപ്പം നമ്മളന്ന് പഠിച്ചിറങ്ങിയ സമയത്ത് കുറേ ആളുകളുണ്ടായിരുന്നു. ഈ ആളുകളെല്ലാം തൊട്ടടുത്ത വർഷം തന്നെ കേരളത്തിൽ മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായി അനിമേഷൻ. അപ്പം ഞങ്ങൾ അവിടുന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരെ എല്ലായിടത്തേക്കും പഠിപ്പിക്കാനാണ് വിളിച്ചത്. അപ്പം അങ്ങനെ ഞാൻ പഠിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. ഞാൻ ഇങ്ങനെക്കൂടെ ഒരു സ്ഥാപനത്തിലായിരുന്നു. അവിടുന്ന് നേരെ തിരിച്ച് എറണാകുളം വന്നു. എറണാകുളത്തും അനിമേഷൻ പഠിപ്പിക്കൽ തന്നെയായിരുന്നു. പിന്നെ പഠിപ്പിച്ച് കഴിയുമ്പോൾ സമയത്ത് നമ്മൾ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മടുക്കും. ഒരേ കാര്യം തന്നെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പതിയെ നിർത്തി, ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം വർക്കിലേക്ക് കടന്നു. അങ്ങനെ വർക്കിലേക്ക് വരുമ്പോഴാണ് ഇപ്പം നമ്മുടെ ഗിരീഷേട്ടനെ അറിയാലോ, കൊടുങ്ങല്ലൂർ ഗിരീഷേട്ടൻ. ഗിരീഷേട്ടൻ ആണ് ആദ്യം ഞാൻ പരിചയപ്പെടുന്ന വ്യക്തി സിനിമയില്. എൻ്റെ റൂമിന്റെ തൊട്ടപ്പുറത്തായിരുന്നു ഗിരീഷേട്ടൻ. അപ്പം ഗിരീഷേട്ടൻ്റെ കൂടെ ഇങ്ങനെ എന്നെ എല്ലാ സിനിമയ്ക്കും ടിക്കറ്റ് തരും. ഗിരീഷേട്ടൻ ആ സമയത്ത് എനിക്ക് ഒരു സമയത്ത് എല്ലാ സിനിമയ്ക്കും ഫ്രീ ടിക്കറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ സിനിമ കാണാൻ പോകും ആ സമയത്ത്. അതിനുശേഷമാണ് പതിയെ വർക്കുകളിലേക്ക് തുടങ്ങി. അങ്ങനെയാണ് മഞ്ജുലാൽ ക്യാമറമാൻ, അവരൊക്കെ പരിചയപ്പെട്ട് അവരുടെ വർക്കുകളാണ് ഞാൻ ആദ്യം ചെയ്തു തുടങ്ങി. പിന്നെ ഗ്രാഫിക്സ് ആഡുകളാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്കൊരു ഉപജീവനമാർഗ്ഗം വരുന്നത്. പക്ഷെ അന്ന് ഈ ഗ്രാഫിക്സ് ആഡുകൾക്ക് ഭയങ്കര വാല്യൂ ഉള്ള സമയം, ഈ ലോക്കൽ ചാനലൊക്കെ ഹിറ്റായ സമയത്ത് അങ്ങനെ ഗ്രാഫിക്സ് ആഡ് ചെയ്ത് തുടങ്ങുമായിരുന്നു. ഗ്രാഫിക്സ് ആഡ് ചെയ്ത് തുടങ്ങിയ സമയത്ത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മ്യൂസിക് ആൽബം ചെയ്യുന്നു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു വീഡിയോ ചെയ്യണം. പുള്ളി എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പം പുള്ളിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ ഡയറക്റ്റ് ചെയ്യായിരുന്നു. അതിലാണ് ഞാൻ മനു നമ്മൾ ടൂർണമെൻറ്റിനകത്ത് മനു മനുവിനെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിനകത്താണ്. അപ്പോൾ അന്നത്തെ ഗ്രേഡ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അന്ന് സ്മോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നു. ഈ സ്മോക്ക് ചെയ്യണമെങ്കിൽ ചെന്നൈയിൽ പോകണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്തു, ഞാൻ തന്നെ കളർ ഗ്രേഡ് ചെയ്തു ഇവിടെ സോഫ്റ്റ്വെയറിൽ. അത് കണ്ടിട്ടാണ് വി കെ പ്രകാശ് എന്നെ ഒരു പാട്ട് ചെയ്യാൻ വിളിക്കുന്നത് പോസിറ്റീവ് എന്ന സിനിമയിൽ. അപ്പോൾ അവിടെ ബാബുരത്നം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. മഹേഷ് നാരായണൻ്റെ അസിസ്റ്റൻ്റായ ബാബു പറഞ്ഞിട്ടുണ്ട്. ബാബുവാണ് ഈ ഹോംലി മിൽസിൻ്റെ ഒക്കെ. അപ്പോൾ ബാബു പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വി കെ പി എൻ്റെ അടുത്തൊരു പാട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പാട്ട് ചെയ്യുന്നു. ഫുള്ള് ഗ്രാഫിക്സ് ആയിട്ടുള്ള ഒരു പാട്ട് പോസിറ്റീവ് എന്ന പടത്തിൽ ചെയ്യുന്നു.